പാകിസ്ഥാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും മുട്ടുകുത്തിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിൽ സായുധ പോരാളികളുടെ വമ്പൻ ആക്രമണം. രണ്ടും കൽപ്പിച്ച് അവർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. ജൂലൈ 6 മുതൽ ബലൂചിസ്ഥാനിൽ നടന്ന 3 വ്യത്യസ്ത ഭീകരാക്രമണങ്ങളിലായി 42 പാകിസ്ഥാൻ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടത്. സൈനിക കേന്ദ്രങ്ങളെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു ആക്രമണമായിരുന്നു ഇതെല്ലാം തന്നെ. അതേസമയം തങ്ങളുടെ വലിയ വീഴ്ചകൾ മറച്ചുവെക്കാനും മുഖം രക്ഷിക്കാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായി തുടർന്ന് നടത്തിയ സുരക്ഷാ നടപടികളിൽ 54 പോരാളികളെ വധിച്ചതായി 54 ബലൂചിസ്ഥാൻ പോരാളികളെ വധിച്ചതായി പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അക്രമികളെ പിടികൂടാനുള്ള നീക്കങ്ങൾ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തിനുള്ളിലെ ഈ വലിയ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ നേരിടാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സുരക്ഷാ കേന്ദ്രങ്ങൾക്കും സർക്കാർ കെട്ടിടങ്ങൾക്കും നേരെ അതിശക്തവും തുടർച്ചയുമായിട്ടുള്ള ആക്രമണങ്ങളാണ് അടുത്തിടെയായി ഉണ്ടാകുന്നത്. ഈ മേഖലയിലെ ഭരണകൂട സംവിധാനങ്ങളെയും സുരക്ഷയുടെയും സമ്പൂർണ്ണ പരാജയമാണ് തുറന്നു കാട്ടുന്നത്. കാലങ്ങളായി പാകിസ്ഥാൻ പിന്തുടരുന്ന നയങ്ങളുടെ അനന്തരഫലമാണ് ഇപ്പോൾ സ്വന്തം മണ്ണിൽ വലിയൊരു ആഭ്യന്തര തകർച്ചയായി അവർ നേരിടുന്നത്. ബലൂചിസ്ഥാൻ പോരാളികൾ രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയതോടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രതിരോധങ്ങൾ ഓരോന്നായി തകർന്നടിയുന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ഈ ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ തന്നെ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലല്ലാതെയാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്.